നമസ്കാരം. സർഗപക്ഷത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചുവരിൽ ചില്ലു ചിത്രത്തിൽ നെഞ്ചുപൊട്ടിക്കിടക്കയാം ഏതോ ദേശാഭിമാനത്തിൻ ക്ഷയരോഗം പിടിച്ചൊരാൾ. ചുവരിൽ ചില്ലു ചിത്രത്തിൽ നെഞ്ചുപൊട്ടിക്കിടക്കയാം ഏതോ ദേശാഭിമാനത്തിൻ ക്ഷയരോഗം പിടിച്ചൊരാൾ. കവി എസ് രമേശൻ നായരുടെ ജന്മപുരാണം എന്ന കാവ്യത്തിൽ നിന്ന് ഉള്ള വരികളാണ്. പത്രപ്രവർത്തനത്തിൻ്റെ ധീര ശബ്ദമായിരുന്ന സ്വദേശാഭിമാനി പത്രാധിപർ രാമകൃഷ്ണപിള്ളയെക്കുറിച്ചാണ് ആ വരികൾ. ആ മഹാപത്രാധിപർ നട്ടെല്ല് വളയ്ക്കാത്ത പത്രപ്രവർത്തനത്തിൻ്റെ മാതൃകയായിരുന്നു. ആ പേരിൽ നാട് കടത്തപ്പെട്ട വ്യക്തിയാണ്. അത് രാജഭരണകാലത്ത്. ഒടുവിൽ ക്ഷയരോഗബാധിതനായാണ് ആ തിരുനാളം അണഞ്ഞത്. ആ തലമുറയിൽ കെട്ടുപോയതാണ് പത്രധർമ്മത്തിൻ്റെ കൃത്യമായ വഴിയെന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വാർത്താമാധ്യമ മേഖലയിൽ ഈ വിഷയം ചർച്ച ചെയ്യുവാനുള്ള രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, പത്രാധിപരായിരുന്ന 90 വയസ്സ് കഴിഞ്ഞ് എങ്കിലും ഇന്ന് മാധ്യമപ്രവർത്തനത്തിലുള്ള ശ്രീ നാരായൺജി എന്ന് അറിയപ്പെടുന്ന പി നാരായണന് രാഷ്ട്രം പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയിൽ രണ്ടാമത്തേതായ പത്മവിഭൂഷൺ ലഭിച്ചതായിരുന്നു. ഒരു പത്രത്തിൻ്റെ അടിക്കല്ല് സ്ഥാപിക്കുന്നത് മുതൽ അതിനെ വളർത്തി സ്വയം പര്യാപ്തമാക്കി അതിൻ്റെ ഏറ്റവും തലപ്പത്ത് സേവനമനുഷ്ഠിച്ച് വിരമിച്ചയാളാണ് അദ്ദേഹം. ജന്മഭൂമിയാണ് ആ പത്രം. അദ്ദേഹം നയിക്കുന്ന പത്രാധിപ സമിതിയിൽ പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചയാളെന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷവും ഏറെയുണ്ട്. അദ്ദേഹവും ദേശാഭിമാനം ജ്വരം പോലെ ബാധിച്ചയാളാണ്. ഇന്നും വഴിമാറാതെ ധർമ്മം തെറ്റാതെ പത്രപ്രവർത്തനത്തിലുണ്ട്. പക്ഷേ ഇന്ന് മലയാളത്തിൽ പത്രപ്രവർത്തകൻ മാധ്യമപ്രവർത്തകർ എന്നാണ് അറിയപ്പെടുന്നത്. അച്ചടി മാധ്യമങ്ങളുടെ കാലത്ത് നിന്ന് ഇലക്ട്രോണിക് മാധ്യമങ്ങളും പിന്നെയും വളർന്ന് പെരുകി ഡിജിറ്റൽ മാധ്യമങ്ങളുടെ ലോകമായപ്പോൾ പത്രപ്രവർത്തകൻ മാധ്യമപ്രവർത്തകരായി. പക്ഷേ മാധ്യമപ്രവർത്തനത്തിൻ്റെ നിലവാരം താഴ്ന്നു. അതോടെ അവർക്ക് പൊതുവായി മറ്റൊരു വിളിപ്പേര് വീണു. അതാണ് മാപ്ര. ധർമ്മവും മാർഗവും തെറ്റാതെ അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകർക്കും ആ പേര് പരിഹാസ്യപ്പേരായി വീണു. മാപ്ര എങ്ങനെ പറയാതിരിക്കും? ആദ്യം പറഞ്ഞ ദേശാഭിമാനത്തിൻ്റെ കാര്യമാണ്. രാജ്യം അത് മോദി സർക്കാർ ഭരിച്ചാലും മറ്റാരെങ്കിലും ഭരിച്ചാലും ചരിത്രപരമായി നോക്കുമ്പോൾ വലിയൊരു വളർച്ചയുടെ ഘട്ടത്തിലാണ്. 2047 എന്നത് അത് അകലെയല്ല, 21 വർഷം കൂടിയുള്ളൂ. അപ്പോൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ 100ാം വർഷമാകും. അതിനെ അമൃതവർഷമായി ആഘോഷിക്കണമെന്ന സങ്കല്പമാണ് രാജ്യത്തിന്. അതിലേക്കുള്ള 1/4 നൂറ്റാണ്ടിനെ അമൃതകാലമായാണ് വിശേഷിപ്പിക്കുന്നത്. 2047 ആത്മനിർഭരതയുടേതാകുമെന്നാണ് സങ്കല്പം. അത് സാധ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളെ ആത്മനിർഭരത എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് ഭരണകൂടത്തിൻ്റെ ആശയമാണ്. അത് സർവരും അതേപോലെ പാലിക്കണമെന്നൊന്നും പറയാനാവില്ല. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അയഞ്ഞ മാതൃകയാണല്ലോ നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം പോലും തോന്നിവാസം കാണിക്കുവാനുള്ള അനുമതി എന്നാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം പോലും എന്ത് തോന്നിവാസവും കാണിക്കുവാനുള്ള അനുമതി എന്നാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരും നമുക്കിടയിലുണ്ടല്ലോ. ഭാഷ അറിയാത്തത് കൊണ്ടോ അർത്ഥമറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല, മറ്റു ചില വികാരങ്ങൾ കൊണ്ടാണ് ഭാഷയുടെ കാര്യത്തിൽ ചിലർ കാണിക്കുന്ന ചില കൃത്രിമം. ഭാഷയുടെ കാര്യത്തിൽ അഭിമാനം പ്രകടിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ പേരിനൊപ്പം മലയാളം ചേർത്തു. അതെ, മലയാള മനോരമയെക്കുറിച്ചാണ് പറയുന്നത്. അവർ ഭാഷയെ പോഷിപ്പിക്കാനെന്ന പേരിൽ മാസിക നടത്തുന്നു. ഭാഷാ പോഷിണി എന്നാണ് അതിന് പേര്. അവർക്ക് ടെലിവിഷൻ ചാനലുണ്ട്. അതിൽ പക്ഷേ മലയാളമില്ല, മനോരമയേ ഉള്ളൂ. മനസ്സിനെ രവിപ്പിച്ചാൽ മാത്രം മതിയെന്ന് നിശ്ചയിച്ചതാവാം. അതൊക്കെ അവരുടെ ധർമ്മം. കാരണം അവർ പറയുന്നത് ധർമ്മോ അസ്മത് കുലദൈവതം എന്നാണ് അവരുടെ ആപ്തവാക്യം. കുലദേവത മറ്റാരുമല്ല, ധർമ്മമാണ് എന്ന്. ധർമ്മം അവർ അപ്പോൾ തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും ആണെന്നും മാത്രം. ഇപ്പോൾ ഈ കഴിഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ആത്മനിർഭരതയാണ് അതിൻ്റെയും അടിസ്ഥാന സങ്കല്പം. ബജറ്റിലെ വിവിധ പരാമർശങ്ങളിൽ കടലാമ സംരക്ഷണം എന്ന നിർദ്ദേശം വിഷയമാക്കി. ആത്മനിർഭരതയെ ആമനിർഭരത എന്ന് ആണ് മലയാള മനോരമയുടെ
തലക്കെട്ട് വന്നത്. മലയാള മനോരമയുടെ ഏത് ധർമ്മമാണ് അതൊന്നും ചോദിക്കാൻ പാടില്ല. കാരണം ആമ എന്താണെന്നും ആമയും കടലും പരിസ്ഥിതിയും അതൊക്കെ എന്താണെന്നും അറിയാത്തവരല്ല, അത് തമ്മിലുള്ള ബന്ധവും അറിയാത്തവരല്ല പത്ര നടത്തിപ്പുകാരും അതിൻ്റെ പത്രാധിപ സമിതിയിലുള്ളവരും. പക്ഷേ ഭാഷയുടെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന അഭിമാനിക്കുന്ന അവർ ആത്മാവിനെ ആമയാക്കിയപ്പോൾ സംഭവിപ്പിച്ച ഒരു അപജയമുണ്ടല്ലോ, അത് പത്രത്തിൻ്റെ രണ്ടാം പത്രാധിപരായിരുന്ന KC മാമൻ മാപ്പിളയുടെ കാലത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ 100ാം വർഷ സങ്കല്പത്തിൽ ഇന്നുണരേണ്ട ആത്മനിർഭരതയെ ആമ നിർഭരതയാക്കിയ മനോരമയ്ക്ക് മാമാ നിർഭരതയും ഇല്ല എന്ന് ഉറപ്പാണ്. ബൈബിളിൽ ഒരു വചനമുണ്ട്, നിങ്ങൾക്ക് മറ്റെന്തെല്ലാം നിങ്ങൾ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് കാര്യമെന്ന്. ആ പത്രം നിഷ്പക്ഷതയെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചു കളയും, നിഷ്പക്ഷത ഇല്ല എന്ന് ചിലപ്പോൾ സൗകര്യത്തിന് സ്ഥാപിച്ചു കളയും. കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് പിടിക്കുവാൻ വേണ്ടി ആ പത്രം ഇറങ്ങുന്നത് ഇതാദ്യമല്ല. രാഹുൽ ഗാന്ധി കി ജയ് എന്ന് വിളിക്കുന്നത് പല പതിറ്റാണ്ടായുള്ള ഗാന്ധി കുടുംബ ഭക്തിയുടെ തുടർച്ചയാണ്. പക്ഷേ മഹാത്മാഗാന്ധി എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിച്ചപ്പോൾ മനോരമയ്ക്ക് അദ്ദേഹം മിസ്റ്റർ ഗാന്ധിയായിരുന്നു. അതാണ് മലയാള മനോരമയുടെ ഒരു സംസ്കാരം. ആമനിർഭരതയല്ല ആത്മനിർഭരതയാണ് എന്ന് കാണിച്ചു കൊടുക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും തിരുത്തിക്കുവാനും ഉള്ള ഒരു ധർമ്മം കേരളത്തിനുണ്ട്, മലയാള സംസ്കാരത്തിനുണ്ട്. അത് രാഷ്ട്രീയത്തിന് അതീതമാണ്. അത് ഭാഷയോട് ചെയ്യുന്ന, നമ്മളുടെ സംസ്കാരത്തോട് ചെയ്യുന്ന ഒരു വലിയ വിരുദ്ധ പ്രവർത്തനമാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും കൊള്ളാം, മറ്റെന്ത് താല്പര്യത്തിൻ്റെ പേരിലായാലും അപകടവും കൂടിയാണ്. ഓർമ്മിച്ചിരിക്കുന്നത് മലയാള മനോരമയ്ക്ക് മാത്രമല്ല, പത്രപ്രവർത്തന രംഗത്തിനും സംസ്കാരത്തിനും നമ്മളുടെ ഒരു മാന്യതയ്ക്കും നന്നാണ് എന്ന് മാത്രം പറയാം. നമസ്കാരം.